കേതൻ കൊലപാതകത്തിൽ നിർണായക വിവരം പുറത്തുവിട്ട അന്വേഷണ സംഘം കൊലപാതകത്തിൽ മൂന്നാമതൊരാൾക്ക് കൂടി പങ്കുണ്ടെന്നാണ് സംശയം. കേതനെ കൊലപ്പെടുത്തിയതിനു ശേഷം സിയയും ചേതനും ഉറ്റ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലടക്കം ചേതന്റെ സുഹൃത്ത് ഭാഗമായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. പയ്യസ് അഭിനന്ദ ചേരുകയാണ് നമുക്കൊപ്പം. അഭിനന്ദ, ഈ ഒരു കേസിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അത്രമേൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്, നമ്മൾ അത്ഭുതപ്പെടുന്നതാണ്, അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ വ്യക്തി അത് ആരാണ്? ഇയാൾക്ക് ഈ കൊലപാതകത്തിൽ എന്താണ് പങ്ക്? ഷിഗാസ്, രാജ്യം ഒന്നാകെ ഞെട്ടിയ കൊലപാതകത്തിൽ അന്വേഷണ സംഘം പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് ഇങ്ങനെയാണ്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പ്രതികളായ സിയെയും ചേതനെയും വിട്ടിരിക്കുകയാണ്. നുണപരിശോധനയ്ക്ക് ഇരുവരെയും വിധേയമാക്കാനുള്ള അനുമതി ഇപ്പോൾ പൂനെ ഹൈക്കോടതി നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൊഴികളിൽ വ്യാപക പൊരുത്തക്കേടുകളായിരുന്നു അന്വേഷണ തുടക്കം മുതൽ സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. സിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നുണപരിശോധനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേതനയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സിയയ്ക്കും ചേതനും പുറകെ മറ്റൊരാൾ കൂടി കൊലപാതകത്തിന് പങ്കു ചേർന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം അത് അറിയിച്ചിരിക്കുന്നത്. മൂന്നാമതായി ഇവരുടെ സുഹൃത്ത് ചേതന്റെ സുഹൃത്താണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചേതനും സിയയും ഗൂഢാലോചന നടത്തുന്ന വേളയിൽ ഇവർക്കൊപ്പം മറ്റൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അത് സഹപാഠിയായിരുന്നു. കൊലപാതകത്തിന് മുമ്പും ശേഷവും കൃത്യമായ വിവരങ്ങൾ അത് ഇയാൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നിലവിൽ പറയുന്നത്. 22 വയസ്സ് മാത്രമാണുള്ളത്. ഇയാളുടെ പേരോ വിവരങ്ങളോ ഒന്നും ഇതുവരെ SIT പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണത്തിന് ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് കണക്കിലാക്കിയാണ് നടപടി എന്നാണ് നിലവിൽ പോലീസ് പറയുകയും ചെയ്തത്. എന്തായാലും മൂന്നാമതൊരാൾക്ക് കൂടി പങ്കുണ്ടെന്ന് ഉറപ്പിക്കൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും സിയുടെയും ചേതന്റെയും കുരുക്ക് മുറുകുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതും ആണ് ഏറ്റവും പ്രധാനം. ഡിജിറ്റൽ തെളിവുകൾ കുറച്ചുകൂടി അത് ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് ഇടപെടൽ അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കർശനമായ നടപടി അതുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് കേതന്റെ മാതാപിതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസുമായി ഇന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. എന്തായാലും എല്ലാ തരത്തിലുള്ള പിന്തുണയും അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറയുകയും ചെയ്തത്. എന്തായാലും മറ്റൊരു മാനത്തിലേക്ക് പോയ ഒരു കൊലപാതകം, അതിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അന്വേഷണ സംഘം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും ശരി അഭിനന്ദ, അപ്പോൾ എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ.